ഇന്നിപ്പോ എന്റെ കൂടെയുള്ള ലീലാമണി എന്ന അമ്മയാണ്. പാലക്കാട് എവിടെയായിരുന്നു വീട്? വണ്ടാഴി അല്ലെ? ഓക്കെ ഓക്കെ. ഇവിടെ വരുമ്പോഴേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? കഴുത്ത് വേദന, തല കറക്കം, ചവയ്ക്കാൻ പറ്റായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ചരിഞ്ഞു കിടക്കാൻ പറ്റില്ല. ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, മലർന്ന് തന്നെ കിടക്കണം. യാത്ര ചെയ്യുമ്പോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കണം. യാത്ര ചെയ്യാന് തീരെ ഇഷ്ടമില്ല. ഈ വേദന അല്ലെ? MRI നമ്മൾ കാണുമ്പോ കാണാം അത്രയും സിവിയർ ബൾജ് അല്ലെ? നമുക്ക് സാധാരണ ആൾക്കാരിൽ കാണുന്നത് പോലെയൊന്നും അല്ല, ചിന്തിക്കാൻ പറ്റില്ല. അത്രയും കംപ്ലൈന്റ് ആണ് കഴുത്തില് ഡിസ്ക് ബൾജില് ഉണ്ടായിരുന്ന ഒരു കാര്യം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ചവയ്ക്കാൻ പറ്റുന്നുണ്ട്, ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ നടന്നു വന്നപ്പോ തലകറക്കം കുറച്ചെനിക്ക്. ഇവിടെ റൂമില് അത്ര നടന്നില്ലല്ലോ, അപ്പൊ തലകറക്കം കുറച്ചൊരു സമാധാനം പോലെ ഉണ്ട്. അത്രയും തോന്നുന്നില്ല എന്നല്ലേ? ഓക്കെ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് വ്യത്യാസങ്ങള് ആയി തുടങ്ങി. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അത് ഇനിയിപ്പോ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ തന്നെ നമുക്കൊരു 70-80% അല്ലെങ്കിൽ 90% റിസൾട്ട് വരും. ആഫ്റ്റർ ട്രീറ്റ്മെന്റും ഇതിന്റെ ഈ ഒരു ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യലത് കഴിഞ്ഞ റെസ്റ്റിൽ നന്നായി ഒന്നും കൂടി ഇപ്പൊ നന്നായി മാറിയിട്ടുണ്ട്. എന്നാലും അതല്ല, ഇതിനേക്കാൾ ഒന്നും കൂടി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമാണത്. 1 മാസം 2 മാസം വരേക്ക് ഇതിന്റെ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉറയ്ക്കും നന്നായിട്ട് കേട്ടോ. പഴയ പോലെ ഒന്നും എന്തായിരിക്കില്ല. ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്ര വലിയ ഒരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ആ ട്രീറ്റ്മെന്റ് തുടങ്ങി 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ സുമാർ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതായ ഒരു സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളത്. നമ്മുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ശ്രദ്ധിച്ചത് തീരെ കഴുത്തിൽ തൊടരുത്, ഒരു പ്രഷറും കൊടുക്കരുത്, ഒഴിയെ ഒരു പരിപാടിയും ചെയ്യണ്ട. തനിയെ തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിലൂടെ തനിയെ ഡിസ്ക് കയറി. ശരി, കണ്ട വീഡിയോ നമുക്ക്. അതെ അതെ, ഞങ്ങൾ കണ്ടു. അതായത് ഒരു 3 ഇഞ്ച് നീളത്തില് ആ ഞരമ്പേ ഇല്ല പറഞ്ഞത്. അതന്നെ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ ആ ഞരമ്പും ഉണ്ടായി, ഞരമ്പ് ക്ലിയർ ആയിട്ട് പ്രവർത്തനം തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പൊ കഴുത്ത് തിരിക്കാനൊക്കെ പറ്റിയത്. വളരെയധികം സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റി, ചവയ്ക്കാൻ പറ്റി അല്ലെ? ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് വൈഫിന് ഒട്ടും ചവയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ അതല്ല, ഇപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കാം, പക്ഷെ കൂടുതൽ അമരം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ രീതിയിൽ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വളരെയധികം സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ദൈവാനുഗ്രഹമാണ് ഇതൊക്കെ, ഒരു ദൈവാനുഗ്രഹം കൂടി. ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു 90% എനിക്ക് വിശ്വാസമുണ്ട്, 10% നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ് പറഞ്ഞു.